പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം. കണ്ടംകുളത്തി ബോണോ കെയർ ക്യാപ്സ്യൂൾ സ്നേക്ക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ കഴിഞ്ഞ യാത്രയുടെ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിനായി സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു ഡോക്ടർ മാഡത്തിൻ്റെ വീട്ടിൽ ഒരു കിണറ്റിൽ ചപ്പൊക്കെ അല്ലെങ്കിൽ ഇല വീഴാതിരിക്കാനായി മൂടിയിരുന്ന, അല്ലെങ്കിൽ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇലയൊക്കെ വീഴാതിരിക്കാനായി മൂടിയിരുന്ന ഒരു ചെറിയ വലയിൽ ഒരു കുഞ്ഞൻ അതിഥി വന്ന് കുരുങ്ങി എന്ന് പറഞ്ഞ് കുറച്ച് നേരത്തെ നമ്മളെ വിളിക്കേണ്ട. ആ സമയത്ത് നമ്മൾ ചവറയ്ക്കടുത്തൊരു യാത്ര പോയിട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി. നമ്മൾ പോകുന്നു നമ്മുടെ ആ കഷ്ടപ്പെടുന്ന അതിഥിയുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ ആ വലയിൽ കുരുങ്ങി അവശനായിരിക്കുന്ന അതിഥിയുടെ അടുത്തേക്ക് പോയി നമുക്ക് അദ്ദേഹത്തെ രക്ഷിക്കേണ്ടതുണ്ട്. പോകാം നമുക്ക് ആ സ്ഥലത്തേക്ക്. എന്തായാലും കിണറ്റിൽ മൂടിയിരുന്ന വലയാണെങ്കിലും അവർ ഒരു വടിയൊക്കെ വെച്ച് തോട്ടയൊക്കെ ഉണ്ടാക്കി അതിനെ തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞു. എനിക്കൊന്ന് റോഡിൽ കൊണ്ട് കളയാൻ വേണ്ടി കൊണ്ടുവന്നതായിരിക്കും. അപ്പോഴാണ് തോന്നിയത് അത് മരണപ്പെടും എന്നുള്ളത് തോന്നി. അപ്പോൾ എന്തായാലും അവർ നമ്മൾ വിളിച്ചു. എന്തായാലും നമ്മൾ വന്നു. ഒരു കുഞ്ഞൻ അതിഥി, അത്ര വലുതൊന്നും അല്ലാത്ത ഒരു 3 വയസ്സിനടുത്ത് മാത്രം, 2 വയസ്സ് കഴിഞ്ഞാണ്, 3 വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് ചേരയാണ്. നമ്മൾ സമയം കളയുന്നില്ല. എന്താ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം ഇവർ വിളിക്കുന്ന സമയത്ത് നമ്മൾ സ്ഥലത്തില്ലായിരുന്നു, നമ്മളൊരു അല്പം ദൂരത്തിലായിരുന്നു. എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി. നമ്മൾ അദ്ദേഹത്തിനെ ഒന്ന് മോചിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് മോചിപ്പിച്ചിട്ട് ഇവിടെ തന്നെ വിട്ടാൽ മതിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കെന്തായാലും നമ്മൾ അദ്ദേഹത്തെ രക്ഷിച്ച് അദ്ദേഹം നന്നായിട്ട് കുരുങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒത്തിരി സമയമായി കാണും അദ്ദേഹം കുരുങ്ങിയിട്ടെന്ന്. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ വീടിൻ്റെ ഓണറോട് ചോദിച്ചിട്ട്, ഹൗസ് ഓണറോട് ചോദിച്ചിട്ട് നമുക്ക് ഇവനെ പറമ്പിൽ തന്നെ തുറന്നു വിടുന്നതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നു പുറകിലോട്ടൊക്കെ ഒത്തിരി പറമ്പുണ്ട്. അപ്പോൾ ചേരയായതുകൊണ്ട് ഇവർക്ക് വേറെ ചെയ്യുന്നത്, അതായത് ചെടിച്ചട്ടിയുടെ അടുത്തൊക്കെ വരുന്ന ചെറിയ തവളയും ഫ്രോഗിനെയും അതുപോലെ എലിയൊക്കെ അദ്ദേഹം ഭക്ഷിക്കും. അപ്പോൾ നമ്മളെന്തായാലും ഇതിനെ ഇവിടെ വിട്ടാൽ മതിയോ? എന്ത് പറയുന്നു? എന്ത് ചെയ്യുന്നു? വിട്ടാൽ മതിയോ? ശരിയല്ലേ, പാവമല്ല, അങ്ങ് പോകും. ഒരു ഉപദ്രവിക്കാത്ത സാധനം, നിരുപദ്രവകരെ. അപ്പം നമ്മളെന്തായാലും നമ്മുടെ കൂട്ടുകാർ പറഞ്ഞ പോലെ, കൊച്ചു കൂട്ടുകാർ പറഞ്ഞ പോലെ നമുക്ക് ഇദ്ദേഹത്തിന് ഇവിടെ തന്നെ വിടാം. അദ്ദേഹം ഇവിടെ ജീവിക്കട്ടെ. നല്ല അന്തരീക്ഷം, നല്ല തണലുണ്ട്, ഒത്തിരി മരങ്ങളുണ്ട്. എന്തായാലും നമ്മൾ അദ്ദേഹത്തെ തുറന്നു വിടാൻ പോകാം. എന്തായാലും നമ്മൾ വളരെ അപൂർവം വീടുകളാണ് പറയുന്നത് ചേരയെ അങ്ങ് വിട്ടേക്കാൻ പറയും. എന്തായാലും ഇവിടുത്തെ അമ്മയും പറഞ്ഞു അങ്ങ് വിട്ടേക്കും, കുട്ടികളും പറഞ്ഞു വിട്ടേക്കും, ഇവിടുത്തെ സാറും പറഞ്ഞു വിട്ടേക്കും. എന്തായാലും മേഡം സ്ഥലത്തില്ല. എന്തായാലും നമ്മൾ ഈ അതിഥിയെ, ഇത് അടുത്ത പറമ്പൊക്കെ മേഡത്തിൻ്റെ ഇവിടെ പറമ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തെ അങ്ങ് വിടാൻ പോകും. എന്തായാലും നമ്മുടെ അടുത്ത അതിഥിയെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്, ഇന്ന് ഓരോ ദിവസം നമ്മൾ വ്യത്യസ്തരായ അതിഥിയാണ് പരിചയപ്പെടുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ മറ്റൊരു അതിഥിയെ, കഴിഞ്ഞ രാത്രിയിൽ തിരുവനന്തപുരം ജില്ലയിലല്ല, എന്നാൽ കൊല്ലം ജില്ലയിലല്ല, എന്നാൽ ആലപ്പുഴ ജില്ലയിൽ തണ്ണീർമുക്കം എന്ന് പറയുന്ന സ്ഥലത്ത്, ചേർത്തലയ്ക്കടുത്ത് തണ്ണീർമുക്കം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ 2 മണിയോടുകൂടി, അതായത് അവരുടെ കച്ചിക്കൂട്ടിൽ, കച്ചി എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് കച്ചി എന്ന് പറയുമ്പോൾ നമ്മൾ ഗോലിയാണ്, പക്ഷേ തിരുവനന്തപുരത്ത് കച്ചി എന്ന് പറഞ്ഞത് നമ്മൾ വയ്ക്കോലെന്നാണ് പറയാറ്. ആലപ്പുഴയിൽ മറ്റു ജില്ലയിൽ കച്ചി എന്നൊക്കെ പറയുന്നത് പയ്യുവിന് കൊടുക്കുന്ന നെല്ലെടുത്ത് കഴിഞ്ഞുള്ള തണ്ടാണ്. എന്തായാലും ആ കച്ചിക്കൂട്ടിനകത്ത് അവർ കച്ചി മാറ്റാനായി പോയപ്പോൾ അതിനകത്തൊരു അതിഥിയും കുറേ മുട്ടകളും ഇരിക്കുന്നതായിട്ട് കണ്ട് എന്നെ വിളിച്ചു. ശ്രീമാൻ ജോർജ് കുട്ടി സാർ, CK ജോർജ് കുട്ടി സാർ അവറുകൾ, ചാത്തന്തറയിൽ ഹൗസ്, അദ്ദേഹം വിളിച്ചു. എന്തായാലും വിളിക്കുന്ന സമയത്ത് ഞാൻ മറ്റ് കോളുകളിലായിരുന്നു. എന്നാലും നമ്മൾ സാറെ ശല്യപ്പെടുത്തേണ്ട, ആരോടും പറയേണ്ടെന്ന് പറഞ്ഞു. അവരാരോടും പറഞ്ഞില്ല. ഞാൻ 1 മണിയോടുകൂടി, രാത്രി 1 മണിയോടുകൂടി ആ സ്ഥലത്ത് എത്തി. 1 മണിയോടെ എന്തായാലും ആ ചപ്പൊക്കെ അല്ലെങ്കിൽ ആ കച്ചിലൊക്കെ അല്ലെങ്കിൽ വക്കലൊക്കെ മാറ്റിയതിന് ശേഷം ആ മുട്ട എടുത്ത് മാറ്റി
ഏകദേശം 16 മുട്ടകളും ഒരു അതിഥിയുമായിരുന്നു. അതിഥി എന്ന് പറയുമ്പോൾ ഒരു പൈത്തൺ അഥവാ പെരുമ്പാമ്പ്. ഉദ്ദേശം 4 വയസ്സോളം മാത്രം പ്രായം വരുന്ന ഒരു പെൺ പെരുമ്പാമ്പിനെയാണ് അവിടെ നിന്ന് പിടികൂടാൻ കഴിഞ്ഞത്. പക്ഷേ 16 മുട്ടകളുണ്ടായിരുന്നു എങ്കിലും 2 മുട്ട കേടായിപ്പോയി. കാരണം 2 മുട്ടയെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇത് തന്നെ പാമ്പ് തന്നെ അതിൻ്റെ പുറത്തൊരു ചുറ്റുകയോ അല്ലെങ്കിൽ തൊട്ടടുത്ത് ഒരു അരുവിയുള്ളതുകൊണ്ട് അല്ലെങ്കിൽ തോടുള്ളതുകൊണ്ട് അല്ലെങ്കിൽ വെള്ളച്ചാലുള്ളത് കൊണ്ട് ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വെള്ളത്തോടെ വന്നതിൽ കയറിയതുകൊണ്ടായിരിക്കാം അടിയിലിരുന്ന 2 മുട്ടകൾ കേടായി. അപ്പോൾ 2 മുട്ട എനിക്ക് എടുത്ത് മാറ്റി കളയേണ്ടി വന്നു. അങ്ങനെ നമ്മൾ ഈ ഭാഗത്ത് രണ്ടാമത്തെ അല്ലെങ്കിൽ ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് വേണ്ടി രണ്ടാമത്തെ അതിഥിയെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഒരു 6 അടിയിലേറെ നീളമുള്ള ഒരു 4 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു പെരുമ്പാമ്പിനെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞതുപോലെ 6 അടി നീളമല്ല, ഏകദേശം 8 അടിയോളം നീളമുള്ള ഒരു ചെറിയ പെൺപാമ്പാണ്. പെരുമ്പാമ്പ് അഥവാ പൈത്തനാണ്. നമ്മൾ കാണുമ്പോൾ നമ്മൾ എപ്പോഴും ഞാൻ പറയേണ്ടത് നമ്മുടെ പ്രേക്ഷകരുടെ പെൺപാമ്പുകളെ തിരിച്ചറിയുക. തലയുടെ വലിപ്പം വ്യത്യാസമാണ്, ചുണ്ടിൻ്റെ കൂർപ്പാണ്. എന്തായാലും ഇദ്ദേഹത്തിന് ഞാൻ പിടികൂടുമ്പോൾ തന്നെ ഇദ്ദേഹം അതിൻ്റെ മോഷൻ കാഷ്ടമടിച്ച് എൻ്റെ ഷർട്ടും പാൻറ്റും മുഴുവനും കുളമാക്കി. കാരണം വെച്ചാൽ ഇത് ലൈറ്റൊന്നും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. ചെറിയ ടോർച്ചിൻ്റെ ഒരു ബ്രൈറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ മാത്രമാണ് നമ്മൾ ഇദ്ദേഹത്തെ പിടികൂടാൻ പോയത്. അപ്പോൾ എന്തായാലും നോക്കുക, നമ്മുടെ പ്രേക്ഷകർ പരിചയപ്പെടുന്നത് പോലെ ഒരുപാട് പരിചയപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹത്തെ. ഫീമെയിലിന് വാലിന് അല്പം നീളം കുറവാണ്. അതുമാത്രമല്ല ഫീമെയിലിന് വാലിന് നീളം കുറവാണ്. ഇത് സൈസ് കുറവാണ്. ഏകദേശം ഒരു 4 വയസ്സോളം മാത്രമേ ഇദ്ദേഹത്തിന് പ്രായമുള്ളൂ. ഇദ്ദേഹം നാക്ക് നല്ല നീളത്തിലിപ്പോൾ പുറത്തേക്ക് ഇടുന്നത് വേറൊന്നും കൊണ്ട് എൻ്റെ കൈയിലേക്ക് കടിക്കാൻ വേണ്ടി നമ്മുടെ നാവ് പുറത്തേക്കിടുന്നത്. അതിനിപ്പോൾ ഞാൻ ഊതുമ്പോൾ എൻ്റെ ചുണ്ടിലേക്ക് വേണമെങ്കിൽ എത്തിപ്പിടിക്കാൻ. കാരണം നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ നമ്മളൊരു പെരുമ്പാമ്പിനെ ഇങ്ങനെ ഒരു ലേഡി ഉമ്മ വെക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചുണ്ട് മൂക്കുമൊക്കെ കടിച്ചെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ കേരളത്തിലല്ല, മറ്റേതൊരു സംസ്ഥാനത്തിൽ കർണാടകത്തിലാണെന്നുള്ളത് കുറേ പേര് ഒരു പെരുമ്പാമ്പിനെ പിടിച്ചിട്ട് നിൽക്കുമ്പോൾ ഒരാൾ സെൽഫി എടുക്കാനായിട്ട് പിടിക്കുന്ന സെൽഫി എടുക്കുമ്പോൾ നെഞ്ചിലേക്ക് കടിക്കുകയാണ്. ഞാൻ നമ്മുടെ എപ്പിസോഡിൽ അത് പറയാറുണ്ട്. കാരണം എപ്പോഴും നിങ്ങൾ ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത്. അതുപോലെ മറ്റൊരു കാര്യം, കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുന്നേ എന്നെ ഒരു സുഹൃത്ത് വിളിച്ചു, ചേട്ടാ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തിനടുത്ത് താമസിക്കുന്ന ഒരാളാണ്. ഞാൻ രാവിലെ ചൂണ്ടയിടാൻ മീൻ പിടിക്കാനായി പോയപ്പോൾ അവിടെ വലയിൽ ഒരു അതിഥി അകപ്പെട്ട് കിടക്കുന്നു, മരണാവസ്ഥയിലാണെന്ന് പറഞ്ഞു, ആറ്റിക്കിടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാനവിടെ പോയി ചെന്നപ്പോഴാണ് കാണുന്നത് ആളൊഴിഞ്ഞ പറമ്പിൽ ആരോ മീൻ പിടിക്കാനായി ഉപേക്ഷിച്ച വലയിൽ അല്ലെങ്കിൽ മീൻ പിടിക്കാനായി തയ്യാറാക്കിയ വലയിൽ ഒരു പെരുമ്പാമ്പ്, 6 വയസ്സിലേറെ പ്രായമുള്ള ഒരു ആൺ പെരുമ്പാമ്പ് വലയിൽ കുരുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ കോളിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ പോവുകയും ആ അതിഥിയെ പിടികൂടി. വേറെ ആരുമില്ല, അദ്ദേഹവും തൊട്ടടുത്ത വീട്ടിലൊരു ശാന്ത എന്ന് പറയുന്നൊരു അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളതിനെ രക്ഷിച്ച് കൊണ്ടുവന്നു, അതിനെ കാട്ടിൽ വിട്ടില്ല. അതൊരു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. കാരണം അദ്ദേഹത്തിന് മീൻ പിടിക്കാൻ പോയപ്പോൾ അത് കണ്ടില്ല എന്ന് വിചാരിച്ച് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഉപേക്ഷിക്കാൻ പറ്റും. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിന് അത് തോന്നിയില്ല. അതേ ഉടനെ എന്നെ വിളിച്ച് ഞാൻ എന്തായാലും അവിടെ പോയി അദ്ദേഹത്തെ രക്ഷിച്ചു. എന്തായാലും ആ ഗണത്തിൽ എൻഡേഞ്ചറസ് സ്പീഷീസ് പട്ടികയിൽ 1ാമൻ ആണ് ഇദ്ദേഹം. പെരുമ്പാമ്പിനെ കൊല്ലുകയോ നമ്മൾ മരമായി മുറിവേൽപ്പിക്കുകയോ ചെയ്യുന്നത് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പ്രകാരം കുറ്റകരമാണെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. 1ാം ഷെഡ്യൂൾ 1 നമ്മളെപ്പോഴും പറയാറുണ്ട്. ഇദ്ദേഹത്തിന് 300-ലേറെ പല്ലുകളാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകം 300-ലേറെ പല്ലുകളാണ്. പെട്ടെന്ന് കടിക്കും. വനമില്ല എങ്കിലും കടിയേൽക്കുന്ന ഭാഗത്ത് പെട്ടെന്ന് കുതിച്ച് കടിക്കാനും അവിടെ കടിയേൽക്കുന്ന ഭാഗത്ത് മാംസം അടർത്തിക്കൊണ്ട് പോകാനുമുള്ള കഴിവ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പെരുമ്പാമ്പ് അതിഥികളെ പരിചയപ്പെട്ടതാണ്. എന്തായാലും നമ്മൾ ഈ അതിഥിയെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മളൊന്ന് താഴത്ത് വെക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ നമുക്കൊന്ന് കാണാം. എന്തായാലും നമ്മൾ ഇദ്ദേഹം നിക്ഷേപിച്ച ആ മുട്ടയും കൂടി ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. മാതൃത്വം എന്ന് പറയുന്നത് നമ്മൾ കവികൾ എഴുതുന്നത് മാത്രമല്ല, നോക്കാം അദ്ദേഹത്തിൻ്റെ മുട്ടയിൽ അദ്ദേഹത്തിൻ്റെ വാല് തട്ടിയപ്പോൾ തന്നെ ആ മുട്ടയിൽ അദ്ദേഹം വാലിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുകയാണ്, ഞാൻ നിക്ഷേപിച്ച മുട്ടയാണോ. എന്തായാലും അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾ മുട്ടയിൽ തയ്യാറായി വന്നു. ഞാൻ പറഞ്ഞു ഈ മുട്ട, ഞാൻ പറയുകയാണ് നമ്മുടെ പ്രേക്ഷകരുടെ ഈ മുട്ട ഇദ്ദേഹം നിക്ഷേപിച്ചിട്ട് ഏകദേശം 35 ദിവസം കഴിഞ്ഞ് കാണും. ഏകദേശം ശരാശരി മുറുക്കൻ പാമ്പിൻ്റെ മുട്ടകൾ വിരിയുന്നത് 50-നും 55 ദിവസത്തിനിടയിൽ. ചിലപ്പോൾ കാലാവസ്ഥയ്ക്ക് വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ 1-2 ദിവസം നേരത്തെയും വിരിയാം. അതുമാത്രമല്ല ചിലപ്പോൾ 5 ദിവസം താമസിച്ചും വിരിയാം.
അതുപോലെ രാജവൻപാലയുടെ മുട്ട വിരിയുന്ന 70 ദിവസം, 65 മുതൽ 70 ദിവസം വരെ വേണ്ടി വരും. ഇതും അതുപോലെയാണ്, 55, 60, ചിലപ്പോൾ 65, 70 കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടായിരുന്നു ഇവയുടെ മുട്ട വിരിയാനായിട്ട്. ഇദ്ദേഹം മാളത്തിൽ അങ്ങനെ മുട്ടകൾ നിക്ഷേപിക്കാറില്ല, കാരണം ഇത്രയും വലിയ പാമ്പായതുകൊണ്ടും വലിയ മുട്ടകളായതുകൊണ്ടും ഇദ്ദേഹം മാളങ്ങളിൽ മുട്ട നിക്ഷേപിക്കുക. സാധാരണ ചപ്പ് കൂടി കിടക്കുന്ന സ്ഥലങ്ങളിൽ നല്ല തണുത്ത അന്തരീക്ഷങ്ങളിലാണ് ഇദ്ദേഹം മുട്ട നിക്ഷേപിക്കുന്നത്. എന്നിട്ട് ആ മുട്ടയുടെ പുറത്ത് ചുറ്റിയിരിക്കുക ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. അന്തരീക്ഷത്തിൽ ചൂട് കൂടിക്കഴിഞ്ഞാൽ ദൂരെ എവിടെയെങ്കിലും പോയി വെള്ളത്തിൽ മുങ്ങിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ചൂട് തണുപ്പിച്ചിട്ട് വന്നിട്ട് ഈ മുട്ടയുടെ പുറത്ത് കയറി ഇരിക്കുന്ന ഇങ്ങനെ സഞ്ചരിച്ചിരിക്കുന്ന മുട്ടയ്ക്ക് ചൂട് കുറയ്ക്കാൻ വേണ്ടി ആ തണുപ്പ് മുട്ടയിലേക്ക് കൊടുക്കുന്ന ഒരു കഴിവ് ഇദ്ദേഹത്തിനുണ്ട്. മറ്റ് പാമ്പുകളുടെ മുട്ടയെ അപേക്ഷിച്ച് മുറുക്കൻ പാമ്പിൻ്റെയും രാജവൻപാലിൻ്റെയും പെരുമ്പാമ്പിൻ്റെയും മുട്ടയുടെ പ്രത്യേകത തൊലിക്ക് കട്ടി കൂടുതലാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു 16 മുട്ടകളുണ്ടായിരുന്നു, 2 മുട്ട ഞാൻ എടുത്ത് കളഞ്ഞു, അത് കേടായി, അവിടെ തന്നെ ഇരുന്നപ്പോൾ കേടായി പോയതാണ്. ഇനി ഒരെണ്ണം കൂടി അടിയിൽ നല്ല സ്മെല്ലുണ്ട്, അതിനെയും കൂടി മാറ്റേണ്ടതുണ്ട്. അതിനകത്ത് കുഞ്ഞില്ല. ഇത് 14 മുട്ടകൾ, അപ്പോൾ 13 കുഞ്ഞുങ്ങൾ മാത്രമേ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. അതിൽ 2-3 കുഞ്ഞുങ്ങൾ മാത്രം, 2-3 മുട്ടകൾ മാത്രമാണ് മെയിലായിട്ടുള്ളത്, ബാക്കി അത്രയും ഫീമെയിലാണ്. ഇദ്ദേഹം ചുറ്റി ഇങ്ങനെ ഇരിക്കും, ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ചുറ്റിയിരിക്കുക. അതുപോലെ നമുക്ക് കാണാം ഇദ്ദേഹം ഏകദേശം മുട്ട കുഞ്ഞുങ്ങൾ ഇതിനകത്ത് റെഡിയായി തുടങ്ങി, കുഞ്ഞുങ്ങളുടെ രൂപം കറക്റ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 60-65 ദിവസത്തോളം വേണ്ടി വരും ഇത് വിരിയാനായിട്ട്. കുഞ്ഞുങ്ങൾ നല്ല ഇതായിട്ടുണ്ട്, നല്ല ചൂടായിട്ടുണ്ട്, നല്ല തയ്യാറായിട്ടുണ്ട്. ഇതിനകത്ത് പെരുമ്പാമ്പ് പദ്ധതി എങ്ങനെ വെച്ച് നമുക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് നോക്കുക, മുട്ട അദ്ദേഹത്തിൻ്റെതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മാറിയ മുട്ടയൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ മുട്ട, അദ്ദേഹം നിക്ഷേപിച്ച മുട്ടയാണെന്ന് അദ്ദേഹത്തിന് എന്തായാലും നന്നായിട്ട് മനസ്സിലാക്കാൻ. ആ ഒരു മുട്ടയെ ടച്ച് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ മനസ്സിൻ്റെ കുളിർമ നമുക്ക് കാണാം. 2 ദിവസമായി ഞാൻ പിടിച്ചിട്ട്, അപ്പോൾ ഞാൻ മുട്ട വേറൊരു കീസിലും ഒരു കവറിലും പാമ്പ് വേറൊരു ഏരിയയിലുമാണ്, രണ്ട് സ്ഥലത്തായിരുന്നു വെച്ചിരുന്നത്. പക്ഷേ ഇദ്ദേഹം നോക്കൂ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നമ്മൾ എടുത്തു വെക്കുന്നതല്ല. ഇതാണ് നമ്മൾ മനുഷ്യൻ കണ്ടു പഠിക്കേണ്ടത്. കാരണം അവയുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായി അല്ലെങ്കിൽ സംരക്ഷിക്കാനായി അശ്രാന്തം കഷ്ടപ്പെടുകയും അവയുടെ മരണം തന്നെ, ഈ അടുത്ത കാലത്തൊരു പക്ഷിക്കൂട്ടിൽ കയറിയിട്ട് ഒരു പക്ഷിയുടെ കുഞ്ഞിനെ പിടിച്ചൊരു പാമ്പിനെ ആ പക്ഷി കൊത്തി അതിനെ ടയേർഡാക്കിയിട്ട് കൊല്ലുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ എല്ലാം ഇന്നലെ കഴിഞ്ഞ ദിവസം ചേർത്തലൊരു പാമ്പിനെ പിടിക്കാൻ പോയപ്പോൾ 2 പൂച്ചക്കുഞ്ഞിനെ ഒരു പാമ്പ് കടിച്ച് കൊല്ലുകയുണ്ടായി, മൂർഖൻ നമ്മുടെ അതിഥി കടിച്ച് കൊല്ലുകയുണ്ട്. അപ്പോൾ അദ്ദേഹം ആ തള്ളപ്പൂച്ച അവിടെ മുഴുക്കിയും ഈ പാമ്പിനെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നോക്കിയിട്ട് നടന്നില്ല, അദ്ദേഹം പിന്നെ കടിയേറ്റ് 2 കുട്ടികളും മരണപ്പെട്ടു. എന്തായാലും ആ സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെയുള്ള അതിഥികളെ നമ്മൾ പരിചയപ്പെടുന്നത്. കടിക്കണമെന്നുള്ള ചിന്ത മാത്രമല്ല, കാരണം അദ്ദേഹം പേടിച്ചിട്ട് ആണ് അദ്ദേഹം കിടക്കുന്നത്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇപ്പോൾ നല്ലൊരു കടിയായിരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ്സ് ഉണ്ട് എനിക്ക് തോന്നുന്നു. നല്ല എത്തി കടിക്കാനായിട്ട് വരികയാണ്, നല്ല വായി തുറന്ന് കടിക്കുന്നു. എന്തായാലും നമുക്ക് കണ്ട പരമാവധി അദ്ദേഹം എത്തി കടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. മലമ്പാമ്പുകൾ തനിക്ക് കീഴടക്കാൻ കഴിയുന്ന ഏതൊരു ജീവിയെയും ഇരയായി ഭക്ഷിക്കും. വലിയ ഇരകളെ വിഴുങ്ങിയ ശേഷം ഒരു മരത്തിൽ സ്വയം മുറുക്കി വരിഞ്ഞ് തവിടുപൊടിയാക്കുന്നതാണ് ഈ കൂട്ടരുടെ സ്വഭാവം. ചത്തുകിടക്കുന്ന ജീവികളെയും ഇവ ഭക്ഷിക്കാറുണ്ട്. രാത്രിയിലാണ് കൂടുതലും ഇര തേടുന്നത്. മാസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ ജീവിക്കാനുള്ള കഴിവും ഈ പാമ്പുകൾക്കുണ്ട്. ഇതാണ് നമ്മുടെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിൽ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം നമ്മുടെ അതിഥികളെ പരിചയപ്പെടുന്നത് കാണിച്ചിട്ടുണ്ട്.
അല്ലെങ്കിൽ പരിചയപ്പെട്ട മുട്ട വിരിയുന്ന കാണിച്ചിട്ടുണ്ട്. മുട്ട വിരിഞ്ഞ പെരുമ്പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, മൂർഖൻ്റെ കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അണലിയുടെ കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഈ വർഷത്തെ ആദ്യത്തെ 2017 എനിക്ക് കിട്ടുന്ന ആദ്യത്തെ പെരുമ്പാമ്പിൻ്റെ കുഞ്ഞുങ്ങളാണ്, പെരുമ്പാമ്പിൻ്റെ മുട്ടയാണ്. കുഞ്ഞുങ്ങളെന്ന് തന്നെ പറയാം, അതിനകത്ത് കുഞ്ഞുങ്ങളായി കഴിഞ്ഞു. പെരുമ്പാമ്പിൻ്റെ മുട്ടയാണ്. ഏറി വന്നാൽ ഒരു 20-25 ദിവസം വേണ്ടി വരും ഇദ്ദേഹത്തിൻ്റെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരും. അപ്പോൾ മുട്ടയെന്ന് പറയുന്നതിനൊക്കെ നല്ല കുഞ്ഞുങ്ങളെന്ന് പറയുന്നതായിരിക്കും നല്ലത്. എന്തായാലും അതുപോലെ തന്നെ ഈ വർഷം ആദ്യമായിട്ട് എനിക്കിപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായി മണ്ണ് മാറ്റിയപ്പോൾ ഒരു 7 മുട്ട കിട്ടി. ആ മുട്ടയും കൊണ്ട് നിക്ഷേപിച്ച് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അധികം പാമ്പിൻ്റെ മുട്ടയല്ല, അത് ആമയുടെ മുട്ടയാണ്. ആ കുഞ്ഞുങ്ങളും താമസിയാതെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരും. അതിനെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ പരിചയപ്പെടുത്തും. എന്തായാലും ഒരു ജീവിയെ പിന്നെ ഓന്തിൻ്റെ മുട്ട പോലും കളയാറില്ല. ഏത് മുട്ട കിട്ടിയാലും ഞാനത് മുട്ട വിരിയിച്ച് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അതുപോലെ എനിക്ക് നമ്മുടെ പ്രേക്ഷകർ പറയാനുള്ളൊരു കാര്യം, പാമ്പിൻ്റെ മുട്ട പോട്ടെ, അതിലുപരി പറയാനുള്ളൊരു കാര്യം, ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ പ്രോഗ്രാമിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പലരും. ചേര വലയിൽ കുരുങ്ങി കിടക്കുമ്പോൾ പിടിച്ചിട്ട് കടി വാങ്ങി വളരെ നല്ല മുറിവുണ്ടായി, കണ്ണിൻ്റെ കവിളൊക്കെ കടിച്ച് മുറിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പോയി വെട്ടുമ്പോൾ ഞാൻ പോയി ചിലപ്പോൾ കാഷ്വലായിട്ട് പോയി വാലി പിടിച്ച് പൊക്കിയിട്ടതിനെ കത്തിരി കൊണ്ട് കട്ട് ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങളത് അനുകരിക്കാൻ ശ്രമിക്കരുത്. അത് അപകടമാണ്. ചേരയ്ക്ക് പല്ലിൻ്റെ എണ്ണം കൂടുതലാണ്. ചിലപ്പോൾ കടിക്കുമ്പോൾ ചാടിക്കൂച്ച് കടിക്കുമ്പോൾ കണ്ണിൻ്റെ ഭാഗത്തൊക്കെ കടിയേൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അതിനെ അനുകരിക്കാൻ ശ്രമിക്കരുത്. എന്തായാലും നമ്മുടെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, സാധാരണ അണലിയെ കണ്ടിട്ട് പെരുമ്പാമ്പിനെ കണ്ടിട്ട് അണലിയും തെറ്റിദ്ധരിക്കാണ്ട് അണലിയെ കണ്ട് പെരുമ്പാമ്പും തെറ്റിദ്ധരിക്കാറുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ ഇപ്പോൾ ഈ മുട്ട വിരിയുന്ന പെരുമ്പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു 3 വയസ്സ് പ്രായമുള്ള അണലിയുടെ സൈസ് ഉണ്ടാവും. നിങ്ങൾ ഒറ്റയടിക്ക് അതുപോലെ അണലി പ്രസവിക്കുമ്പോൾ ഒരു 9 ഇഞ്ച് നീളം മാത്രമേ ഉണ്ടാവുള്ളൂ. അണലിയുടെ ദേഹത്ത് എപ്പോഴും ചേനയുടെ തണ്ടിലുള്ള അതേ വട്ടം തലയുടെ മുതൽ വാലറ്റം വരെ ഉണ്ടാകും. പെരുമ്പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയല്ല, ഡിസൈൻ ശരീരത്തിലേക്ക് കറങ്ങി പോകുന്ന ഡിസൈൻ മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അതുമാത്രമല്ല നല്ല ഷൈനിങ് ആയിരിക്കും പെരുമ്പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ മുട്ട വിരിയുമ്പോൾ. അതുപോലെ വേറെ പ്രത്യേകത, പെരുമ്പാമ്പിൻ്റെ തലയ്ക്ക് സൈസ് കൂടുതലാണ്, അണലിയുടെ തലയേക്കാളും സൈസ് കൂടുതലാണ്. അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അണലിയുടെ തല ചെറുതാണെങ്കിലും തല ത്രികോണാകൃതി ഇരിക്കുമെങ്കിലും കഴുത്തിൻ്റെ ഭാഗം ഒട്ടിയിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് അതിനെ തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അണലിയെ കണ്ടിട്ട് പെരുമ്പാമ്പ് എന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം ഈ അടുത്ത കാലത്തൊക്കെ പല സ്ഥലങ്ങളിൽ പെരുമ്പാമ്പ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് അണലിയെ പിടികൂടി ലാഭിച്ച് കളിച്ചിട്ട് ഭാഗ്യം കൊണ്ട് കടിയേൽക്കുക. ഈ അടുത്ത കാലത്ത് റാന്നിയിലെ ഫോറസ്റ്റിലെ സാറന്മാർ പറയുകയുണ്ടായി, കഴിഞ്ഞ 5-6 ദിവസങ്ങൾക്ക് മുന്നേ വീടിൻ്റെ പരിസരത്തിൽ പാമ്പിനെ കണ്ടിട്ട് ചെറുപ്പക്കാർ അത് പെരുമ്പാമ്പ് എന്ന് തെറ്റിദ്ധരിച്ച് അതിനെ പിടിച്ചു വെച്ച് വാലിലൊക്കെ തൂക്കി കളിച്ചിട്ട് ചാക്കിലിട്ടു. അവസാനം ഫോറസ്റ്റിലെ സാറന്മാരും ചാക്കടിച്ചൊക്കെ ഇപ്പോൾ അണലിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിടിച്ച ആ പയ്യൻ ബോധം കെട്ട് വീണു എന്നുള്ളത് അദ്ദേഹം പേടിച്ചു. അദ്ദേഹം പിന്നെ ഉടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അദ്ദേഹത്തിന് കടിയേറ്റെന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു അദ്ദേഹത്തിന്. ഒരു കാരണവശാലും നിങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കരുത് ഞങ്ങളെ. കഴിഞ്ഞ ആഴ്ചയിൽ ഇടുക്കി ജില്ലയിൽ പീരിമേടിനടുത്ത് ഒരു ചെറുപ്പക്കാരൻ പാമ്പ് കടിയേറ്റ് മരണപ്പെടുകയുണ്ടായി. പാമ്പ് എന്താണെന്ന് അറിയില്ല, പാമ്പിനെ പിടിക്കാൻ ശ്രമിച്ചതാണ്. ഒരിക്കലും അനുകരിക്കാതിരിക്കുക. എന്തായാലും ഈ 13 അതിഥികളെ 16 മുട്ടകളുണ്ടായിരുന്നതിന് 13 കേടില്ലാതെ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ബാക്കി 13 അതിഥികൾ താമസിയാതെ വരികയും അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ആ അതിഥികളെ പരിചയപ്പെടുത്തും. എന്തായാലും ആ പരിചയപ്പെടുത്തൽ അങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെ എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് അല്ലെങ്കിൽ ഈ ഭാഗം നിങ്ങൾക്ക്, അല്ലെങ്കിൽ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഈ ആഴ്ചയിലെ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്, നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമ്മുടെ പ്രേക്ഷകർക്ക് സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക്ക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumudi.tvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.